സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി ഒരു പവൻ സ്വർണ്ണത്തിന് 80 രൂപ കുറഞ്ഞ് 95,480 രൂപയും ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 11,935 രൂപയുമായി. സ്വർണത്തിന്റെ വിലയിൽ മാറ്റം. ഒരു പവൻ സ്വർണത്തിന് 80 രൂപയാണ് കുറഞ്ഞത്, ഗ്രാമിന് 10 രൂപയും. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 95,480 രൂപയും ഗ്രാമിന് 11,935 രൂപയുമായി. സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവരിൽ ആശങ്ക തുടരുകയാണ്. ഇന്നലെ സ്വർണത്തിന്റെ വില വർദ്ധിച്ചിരുന്നു. സ്വർണ്ണവില 95,000 കടന്നു. ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 95,560 രൂപയിലായിരുന്നു എത്തിയത്. ഇന്നലെ 640 രൂപയാണ് പവൻ ഉയർന്നത്. പക്ഷേ കുറയുന്നതാകട്ടെ വളരെ ചെറിയൊരു പൈസ മാത്രമാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1 ലക്ഷത്തിനടുത്ത് നൽകേണ്ട അവസ്ഥയാണ് ഈ സ്വർണ്ണവിലയിൽ. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ സ്വർണ്ണാഭരണങ്ങളുടെ ഉപഭോഗത്തിൽ 31% ഇടിവാണുണ്ടായത്. എന്നാൽ നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണ നാണയങ്ങളും ബാറുകളും വാങ്ങുന്നതിൽ 20% വർധനവുണ്ടായി. ഇക്കാലയളവിൽ സ്വർണ്ണവിലയിൽ 23% വർധനയുണ്ട്. നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങുന്നതിൽ 91.6 ടണ്ണിന്റെ വർധനവാണുണ്ടായത്. സ്വർണത്തിന്റെ നിക്ഷേപ മൂല്യം 74% ഉയർന്ന് 88,970 കോടി രൂപയായി. അതേസമയം 97,360 രൂപയാണ് സ്വർണത്തിന്റെ നിലവിലെ സർവ്വകാല റെക്കോർഡ്. ജനുവരി 22-നാണ് സ്വർണ്ണവില ആദ്യമായി 60,000 രൂപ കടന്നത്. തുടർന്ന് ഫെബ്രുവരി 11-ന് പവൻ വില 64,000 കടന്നു. മാർച്ച് 14-ന് 65,000 കടന്ന വില ഏപ്രിൽ 12-നാണ് ആദ്യമായി 70,000 കടന്നത്. തുടർന്ന് ഏപ്രിൽ 17-ന് പവൻ വില 71,000, ഏപ്രിൽ 22-ന് വില 74,000 കടന്നു. ജൂൺ 23-ന് പവൻ വില 75,000-ലെത്തിയിരുന്നു. തുടർന്ന് ഓഗസ്റ്റ് 30-ന് 77,000 കടന്ന വില സെപ്റ്റംബർ 6-ന് 79,000 കടന്നു. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.